ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു അനുഭവ വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. അതായത് ഒരു ഷോപ്പിൽ പോയിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഭവ വീഡിയോ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് ഞാൻ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഐഫോൺ അത് ചാർജ് കയറുന്നില്ല. അപ്പോൾ ചാർജ് കയറാഞ്ഞപ്പം ഞാനത് ഷോപ്പിലൊന്നും കൊണ്ടുപോയി. ഞാൻ ആദ്യം ഫസ്റ്റ് ഒരു ഷോപ്പിൽ കൊണ്ടുപോയി, തിരുവല്ല ഒരു ഷോപ്പിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് ചാർജിങ്ങിൻ്റെ ഒരു ബോർഡ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഫുൾ സെറ്റാണ്. അപ്പോൾ അത് ഫുൾ സെറ്റായിട്ട് മാറി വെക്കണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം അത് മാറി വെക്കുമ്പോൾ ഏകദേശം ഒരു 2000 രൂപ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് പോരുന്നു. അപ്പം ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ഒരു യൂട്യൂബറാണ്. അപ്പം പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് കോട്ടയത്തൊരു കടയുണ്ട്. അപ്പോൾ പുള്ളി ആ കടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം പുള്ളിയുടെ ആ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആ കടയിൽ പോയത്. അപ്പോൾ ഞാൻ ആ കടയിൽ പോയ സമയത്ത് അപ്പം ഫോൺ കൊടുത്ത സമയത്ത് അവർ അറിഞ്ഞ് ഇതുപോലെ ചോദിച്ചു, അപ്ഡേറ്റ് ചെയ്തതാണോ, അത് എന്തോ പറയുന്നത്, ചാർജ് ബാറ്ററി കംപ്ലൈൻറ്റ് അതായത് ബാറ്ററി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടോയെന്ന്, അതായത് ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ടോയെന്ന് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ചെന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ട്, ചേട്ടാ അതല്ല സംഭവം, ഞാൻ ഇതുപോലെ തലേദിവസം ഇതുപോലെ ചാർജ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുത്തിവെക്കാൻ വിട്ടുപോയി. അപ്പം ഞാൻ നൈറ്റിൽ അങ്ങനെ ഫോൺ കുത്തിവെക്കാറില്ല. നൈറ്റ് ഫോൺ കുത്തിവെക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. നൈറ്റ് ഫോൺ കുത്തിവെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ നോക്കിയപ്പോൾ ചാർജ് ഇല്ല. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കുത്തി വെച്ചിട്ട് ഞാൻ ഫ്രഷ് ആകാനൊക്കെ പോയിട്ട് വന്നിട്ടും ചാർജ് ചെയ്യുന്നില്ല. 1% 2%. ഇത് ഞാൻ ആ പുള്ളിയോട് പറഞ്ഞിട്ടും പുള്ളി എന്നോട് ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ അതാ സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഫോൺ കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ നോക്കി പറഞ്ഞു, അത് എന്താണെന്ന് അറിയത്തില്ല, അത് നോക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഷോപ്പിൽ ചെന്ന് നോക്കാതെ നമുക്കത് പറയാൻ പറ്റില്ല. അവരത് നോക്കണ്ടേ, അതിനല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ പുള്ളി അതിങ്ങനെ നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 5 മിനിറ്റ് ഇരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് ഇരുന്നപ്പം പുള്ളിക്കാരനല്ല വന്നേ, വേറൊരു പുള്ളിക്കാരത്തിയാണ് വന്നേ. പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ എന്തുവാ അതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, എന്ത് ബോർഡാണ് കംപ്ലൈൻ്റ് എന്ന് ചോദിച്ചു. കാരണം എന്നോട് വേറെ ഷോപ്പുകാരനോട് പറഞ്ഞായിരുന്നല്ലോ, തിരുവല്ലയുള്ള ഷോപ്പുകാരനോട് പറഞ്ഞായിരുന്നു. ഇത് കോട്ടയത്താണല്ലോ ഈ ഷോപ്പ്. ഈ ഷോപ്പിൽ ഇവർ പറയുന്നത് ബോർഡ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, എന്ത് ബോർഡാണ് കംപ്ലൈൻറ്റ്, അതായത് ചാർജിങ്ങിൻ്റെ ബോർഡാണോ കംപ്ലൈൻറ്റ്? പറഞ്ഞു ചാർജിങ്ങിൻ്റെ ഐസിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ബോർഡ് കംപ്ലൈൻറ്റാണ്. എന്തുവാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നോ കോസ്റ്റ് ആണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു 2000 തൊട്ട് 5000 രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ബോർഡ് കംപ്ലൈൻറ്റ് ചോദിച്ചു, എന്തോ ബോർഡാണെന്ന് ചോദിച്ചു. പറഞ്ഞു അത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ. ഫുള്ളായിട്ട് ചെക്ക് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ. ഇവരെന്നോട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വന്നിട്ട് ഇവർ പിന്നെ എന്തുവാ ചെക്ക് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കത് മനസ്സിലാകാത്തൊരു കാര്യം എന്തുവാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇവർ പറഞ്ഞ് ഫുള്ളായിട്ട് ചെക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫോൺ തരാം, ഫോണോടെ വെച്ചേക്ക്, എന്നിട്ട് എനിക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇത് ശരിയാക്കി വെക്കാൻ. അപ്പോൾ ഞാൻ ശരിയാക്കി വെക്കണ്ട, ഞാൻ പറഞ്ഞു ശരിയാക്കി വെക്കണ്ട ചേച്ചി, കാരണം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തുവാണ്, അതിന് എത്ര കോസ്റ്റ് ആവുമെന്ന് എന്നോട് പറഞ്ഞിട്ട് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ അന്നേരം പറഞ്ഞു ശരി, ഓക്കെ ശരി അങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ അകത്തോട്ട് പോയി. പുള്ളിക്കാരി അകത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതെ അങ്ങനെ ചെയ്യാം, പക്ഷേ അങ്ങനെ ചെയ്തിട്ട് അതായത് ഇപ്പോൾ റേറ്റ് ഇത്ര ആവുമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞാണ്, ഞങ്ങൾക്ക് സർവീസിങ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ സർവീസിങ് ചാർജ് ഇത്ര നിങ്ങൾ കേട്ടാൽ ഞെട്ടും. 1500 രൂപ സർവീസിങ് ചാർജ് എന്നാ പറയുക. അപ്പം ഞാൻ ചോദിച്ചു 1500 രൂപ സർവീസിങ് ചാർജ്, അതെന്തോ സർവീസിങ് ചാർജ് ഞാൻ ചോദിച്ചു. അത് ഞങ്ങൾക്കൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്തോ പറയുന്നത്, ഇപ്പം സാറിൻ്റെ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അത്ര ടൈം വേസ്റ്റായി പോകുന്നു, അതുകൊണ്ട് അത്രയും ഞങ്ങൾക്ക് സർവീസ് ചാർജ് തന്നേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ വേണ്ട, ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. ഇങ്ങനെ തന്നേക്കാം. ഞാൻ പിന്നെ 2000 കൊടുത്ത് എനിക്ക് അവിടെ കൊടുത്താൽ പോരെ, 2000 കൊടുത്ത് അവിടെ കൊടുത്താൽ പോരെ. ഞാൻ പറഞ്ഞു വേണ്ട, നന്നാക്കണ്ട, ഇങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ എവിടെ ചെന്നാലും ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാര്യമായി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് മാത്രമേ ഫോൺ കൊടുക്കാവുള്ളൂ. അവരെന്നോടത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഞാനിത് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നെങ്കിൽ എൻ്റെ പോക്കറ്റിലെ പൈസ പോയില്ല. അവരങ്ങനെ ഇങ്ങനെ വിഷയമായേനെ. അതുകൊണ്ട് ഒരു ഷോപ്പിൽ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇത് ചോദിക്കുക കൃത്യമായിട്ടുള്ള കാര്യം. അതായത് നിങ്ങൾക്ക് സർവീസിങ് ചാർജ് ഉണ്ടോ, നിങ്ങൾക്ക് എത്ര സമയം എടുക്കും, ഇതെന്തോ കംപ്ലയിൻറ്റ്. പിന്നെ ഒരു ഷോപ്പിൽ മാത്രം നിങ്ങൾ ഫോൺ കൊടുക്കാതിരിക്കുക. ഒരു ഷോപ്പിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഷോപ്പിലും കൂടെ പോകുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ ആദ്യം ഒരു ഷോപ്പിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ്, അത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അടുത്ത ഷോപ്പിൽ ചെന്ന് കൊടുക്കപ്പോഴും ഈ സംഭവം മനസ്സിലായി. അവിടെ ജോലി ചെയ്തൊരു യൂട്യൂബറുണ്ട്. ഞാൻ ആ യൂട്യൂബറിൻ്റെ പേരും പറയുന്നില്ല, കടയുടെ പേരും ഞാൻ പറയുന്നില്ല, വെറുതെ ഒരു ഇതാക്കണ്ട വെച്ചിട്ട് ഞാൻ പറയുന്നില്ല.
ഇങ്ങനെയൊക്കെ നമ്മൾ അതും അവരുടെ സർവീസ് ചാർജ് 1500 രൂപ. എങ്ങനെ നമ്മളെപ്പോലുള്ളൊരു ഒരു ലോ ബഡ്ജറ്റിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് എന്തോ പറയുന്നത്, നമ്മളെപ്പോലുള്ള പാവപ്പെട്ട ആൾക്കാർ ഒരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ കൊണ്ട് നമ്മൾ നന്നാക്കും? എങ്ങനെ നന്നാക്കും? ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഈ 1500 രൂപയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു ഫോൺ സർവീസിന് കൊടുക്കുന്നത്? 2000 രൂപയായിട്ട് ഞാനത് മാറാഞ്ഞത്. ഇപ്പോൾ ഇവരെയും കൂടെ കൊടുത്തു നോക്കി, ഇവരെന്തോ പറയുന്നത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് 1500 രൂപ സർവീസിന് ചാർജാണ്. ഫോൺ നന്നാക്കുവാണെങ്കിൽ 1500. അപ്പോഴേ എനിക്ക് തോന്നി ഇവർ 2000 തൊട്ട് 5000 രൂപ പറഞ്ഞു. ഇവർ സർവീസിന് ചാർജ് ഇപ്പം പിന്നീട് എന്നോട് പറഞ്ഞ് നന്നാക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ 1500 രൂപ പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ 2000 തൊട്ട് 5000 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക്, അതായത് ഒരു 3000 3500 രൂപ ഇവരെൻ്റെ ഇത് മേടിച്ചേരും. അത് 100% ഉറപ്പാണ് 3500 രൂപ എൻ്റെ മേടിച്ചേരും. അതിനുള്ള ഒരു പരിപാടിക്കായിരുന്നു ഇവർ എന്നോട് ഈ പരിപാടി ചെയ്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ എവിടെ ചെന്ന് കൊടുത്താലും കൃത്യമായിട്ട് ചോദിക്കുക, പറയുക. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, നമ്മളൊരു സാധനം അത് സർവീസിന് കൊടുത്തു, അല്ല ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ആ സാധനം നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ നമ്മളത് ആദ്യം അത് എന്തുവാന്ന് കംപ്ലൈൻറ്റ് അറിയണ്ടേ? അല്ലേ? കംപ്ലൈൻറ്റ് അറിഞ്ഞിട്ടല്ലേ നമ്മളത് ബാക്കി ചെയ്യണോ, പിന്നെ എത്ര കോസ്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഡ്ജറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പറയും, അല്ലേ വേണം ചെയ്യേണ്ടതെന്ന് പറയും. അതല്ലേ? അങ്ങനെ ഏതെങ്കിലും കടയിൽ നിന്ന് നിങ്ങളുടെ സർവീസ് ചാർജ് മേടിച്ചിട്ടുണ്ടോ? എൻ്റെ ഇന്നേ വരെ മേടിച്ചിട്ടില്ല. മേടിക്കും എവിടെ നിന്ന്? ബ്രാൻഡുകളായിട്ടുള്ള ഷോപ്പുകൾ, അതായത് സോണി, LG അങ്ങനെയുള്ള കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള സാധനം, പ്രോഡക്റ്റ്, ഇപ്പോൾ ജസ്റ്റ് TV അടച്ചു, TVയുടെ ആകുമ്പോൾ അവരുടെ കമ്പനിക്കാരെ വിളിച്ചിട്ട് അവർ വീട്ടിൽ വരുമ്പോൾ ജസ്റ്റ് നോക്കുന്നതിന് അവരതിൻ്റെ സർവീസ് ചാർജ് എടുക്കും. അല്ലാതെ വേറെ ഒരാൾക്കാരും നമ്മൾ അങ്ങോട്ടും കൊണ്ട് ചെന്നിട്ട് അവർ സർവീസ് ചാർജ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു തിരുവല്ലയുള്ള കട എന്ന് പറഞ്ഞേ, അവരെന്നെ എടുക്കാഞ്ഞ് എൻ്റെ സർവീസിന് ചാർജ് അവരെന്നെ കാണിച്ചു. ഫോൺ അഴിച്ചു, അവർ റൂമിൽ കൊണ്ട് അഴിച്ചിട്ട് എന്നെ അവർ കാണിച്ചു ഇതാണ് കംപ്ലൈൻറ്റ്. എന്നിട്ട് അവർ കുത്തിയും കാണിച്ചു. ഫോൺ ചാർജ് ബാറ്ററിയിലോട്ട് ചാർജ് ചെയ്തു, വേറെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു ചാർജ് കയറുന്നുണ്ട്. ഈ ഒരു സംഭവം പോയത് അവർ കൃത്യമായിട്ട് എന്നെ കാണിച്ചു. പക്ഷേ എൻ്റെ പൈസ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ അന്ന് മാറാഞ്ഞേ. 2000 രൂപ ആയതുകൊണ്ട്. അപ്പം ഞാൻ പിന്നെ ഇത് യൂട്യൂബറാണ്, മറ്റേ പുള്ളി കോട്ടയത്തുള്ള അവിടുത്തെ ജോലിക്കാരൻ യൂട്യൂബറാണ്, പുള്ളി എപ്പോഴും വീഡിയോ ഇടുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു വിശ്വസ്തത നമുക്ക് തോന്നി. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമുക്കൊരു വിശ്വസ്തത തോന്നുമ്പോഴാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഇത് വെച്ചിട്ട് പോയത്. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ പോകത്തില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, എന്തോ വ്യത്യാസം എന്തോ? എല്ലാം സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അല്ല ഇവർ വലുത് കൂടുതൽ വെക്കുന്നു, അവർ ചെറുത് വെക്കുന്നു, ഒന്നുമില്ല. എല്ലാം സെയിം തന്നെയാണ് വെക്കുന്നത്. അതിനകത്ത് ഒരു ഡിഫറൻറ്റും എനിക്ക് തോന്നിയില്ല. ഇവർ ചുമ്മാതെ കാശ് മേടിക്കുക എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, എനിക്ക് പറ്റിയൊരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളോടെല്ലാവരും പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചോദിച്ചിട്ട് മാത്രം എല്ലാം ചെയ്യുക. നിങ്ങൾ ഫോണോ അല്ല എന്തെങ്കിലും കൊടുക്കാൻ ചെന്നാൽ ചോദിക്കുക, നിങ്ങൾക്ക് ഇതിന് സർവീസിങ് ചാർജ് ഉണ്ടോ? ഞാനിപ്പോൾ ഇത് എമൗണ്ട് അറിഞ്ഞിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയും സർവീസ് ചാർജ് ഉണ്ടെങ്കിൽ പറയും, ഇല്ല അവർ പറയും ഇല്ല, എന്തെങ്കിലും നന്നാക്കാതെ സാധനം അതിൽ മാറ്റി വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സർവീസ് ചാർജ്, അല്ലെ ചെക്ക് ചെയ്ത് നോക്കുന്നതിന് സർവീസ് ചാർജ് ഇല്ല എന്നവർ പറയുവാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അനുഭവം പറ്റിയത് ഞാൻ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയക്കുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. ബൈ.